വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം 6th സെമസ്റ്ററിൽ നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള സബ്ജക്റ്റ് ആണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ഒന്ന് പാസ് ആകണമെങ്കിൽ മിനിമം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കറിയുന്നതാണ്, നമുക്ക് പാസ്സാകാൻ 35 മാർക്കാണ് വേണ്ടേ. സോ ഇന്റേണൽ ആയിട്ട് 20-ൽ മിനിമം ഒരു 10 അതിപ്പോ റെഗുലർ സ്റ്റുഡൻസിന് ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടും. ദെൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് ആണെങ്കിൽ MCQയിലൂടെ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ ബാലൻസ് ഔട്ട് ഓഫ് 80ൽ ഒരു 25-നേക്കാൾ കൂടുതൽ മാർക്ക് മേടിക്കാൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും പുഷ്പം പോലെ സാധിക്കുന്നതാണ്. എങ്ങനെ, ഏതൊക്കെ ഏരിയാസിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം? ഈ ഒരു പേപ്പറിൽ മൊഡ്യൂൾ നമ്പർ 1 ബേസിക്സ് ആണ്. അതുപോലെ തന്നെ ലാസ്റ്റ് മൊഡ്യൂൾ സ്വാപ്സിന്റെ. ഇത് രണ്ടും നോക്കിയാൽ തന്നെ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പുഷ്പം പോലെ പാസ്സാകാൻ പറ്റും. സ്വാപ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ മൊഡ്യൂളാ, അതിൽ നിന്ന് ഉള്ള ഏരിയാസ് മുഴുവൻ എക്സാമിന് വരും. അതുപോലെ തന്നെ മൊഡ്യൂൾ നമ്പർ 1 ബേസിക്സ് ആണ്. എസ് എന്തായാലും അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒരു എസ് മൊഡ്യൂൾ നമ്പർ 1ഉം മറ്റൊരു എസ് മൊഡ്യൂൾ നമ്പർ 5ൽ നിന്ന് കിട്ടിയാൽ തന്നെ 2 എസ് അവിടെ നിന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളിൽ ഡെറിവേറ്റീവ്സ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ്, അതുപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇൻ ഇന്ത്യ, വാരിയസ് സ്റ്റോക്ക് മാർക്കറ്റ് ഡെറിവേറ്റീവ്സ് ഇൻ ഇന്ത്യ, ഇങ്ങനെ ബേസിക്സ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ കാണാൻ സാധിക്കും. ഇതിലേതെങ്കിലും ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മൊഡ്യൂൾ നമ്പർ 5ൽ നിന്നാണെങ്കിൽ സ്വാപ്സ് ആണ് പ്രതീക്ഷിക്കുന്നത്. സ്വാപ്സ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വാപ്സ്. ദെൻ ഓപ്ഷൻസിൽ നിന്ന് കമ്പൽസറി ആയിട്ടൊരു ചോദ്യം വരുന്നതാണ്. ഇപ്പൊ ഓപ്ഷൻസ് എന്താണ്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്, അതുപോലെ തന്നെ ഓപ്ഷൻ സ്ട്രാറ്റജീസ് ആണ് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചില സമയത്ത് സ്റ്റോക്ക് ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസും എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓപ്ഷനിൽ നിന്ന് എന്തായാലും നമ്മളൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫോർവേഡ് ആണ്. ഫോർവേഡ്സിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്. ഫ്യൂച്ചേഴ്സിൽ നിന്നാണെങ്കിൽ മെത്തേഡ്സ് ഓഫ് സെറ്റിൽമെന്റ് ഓഫ് ഫ്യൂച്ചേഴ്സ് ആണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. സോ നമുക്ക് 2 ചോദ്യങ്ങൾ മിക്കതും മൊഡ്യൂൾ നമ്പർ 1ൽ നിന്നും മൊഡ്യൂൾ നമ്പർ 5ൽ നിന്ന് തന്നെ കിട്ടും. ആദ്യത്തെയും അവസാനത്തെയും മൊഡ്യൂളിൽ നിന്ന് ഓരോ എസ് കിട്ടിയാൽ അവിടെ തന്നെ നമുക്ക് പാസ്സാക്കാൻ പറ്റും. ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിലും ഓരോ എസ് ചോദ്യത്തിന് ഒരു 5 മാർക്ക് കിട്ടിയാൽ രണ്ടും കൂടിയിട്ട് 10 മാർക്ക് കിട്ടാൻ ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോ ഇതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഓപ്ഷന് എന്തായാലും ഒരെണ്ണം വരും. ഓപ്ഷന്റെ ഡിഫറെന്റ് ടൈപ്സോ അതല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ പിന്നെ പ്രതീക്ഷിക്കുന്നത്. അതാണ് എസ് പാർട്ടില് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങള്. ഇനി പാർട്ട് എയിലോട്ട് പോവാണെങ്കിൽ മൊഡ്യൂൾ നമ്പർ 1ൽ നിന്നും മൊഡ്യൂൾ നമ്പർ 5ൽ നിന്ന് തന്നെ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ ഈ 2 മൊഡ്യൂൾ നോക്കിയാൽ തന്നെ ഇതിൽ നിന്ന് ഏകദേശം ഒരു 5-6 ചോദ്യങ്ങൾ വരെ നമുക്ക് 2 മാർക്സിന്റെ പ്രതീക്ഷിക്കാം. ഡെറിവേറ്റീവ്സ് എന്താണ്, അതിലിപ്പോ ഈ പറയുന്ന ഫോർവേഡ് എന്താണ്, ഫ്യൂച്ചർ എന്താണ്, സ്വാപ്പ് എന്താണ്, ഓപ്ഷൻ എന്താണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓപ്ഷനില് പുട്ട് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ, പിന്നെ ബർമുഡ ഓപ്ഷൻ, യൂറോപ്യൻ ഓപ്ഷൻ, ഓപ്ഷൻ പ്രീമിയം, എക്സോട്ടിക് ഓപ്ഷൻ, സ്റ്റോക്ക് ഇൻഡെക്സ് ഓപ്ഷൻ, അങ്ങനെ ഓപ്ഷനിൽ ഏതെങ്കിലും 1-2 നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ സ്വാപ്പിലെ ഡിഫറെന്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, കറൻസി സ്വാപ്പോ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പോ, അങ്ങനത്തെ ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. ദെൻ എപ്പോഴും വരുന്നതാണ് മാർജിൻ മണി എന്താണ്, ദെൻ മാർജിൻ എന്താണ്, സ്പ്രെഡ് എന്താണ്, സ്പ്രെഡർ, ആർബിട്രേജേഴ്സ്, ദെൻ ലീബ്സ് എന്താണ്, ലിബോർ എന്താണ്, വാറൻസ് എന്താണ്, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹെഡ്ജ് എന്താണ്, ഹെഡ്ജേഴ്സ് ആരാണ്, പിന്നെ ഫ്യൂച്ചറിൽ ഏതെങ്കിലും അതിന്റെ ഡിഫറെന്റ് ടൈപ്സിൽ ഇപ്പൊ ഇൻഡെക്സ് ഫ്യൂച്ചർ എന്താണ്, കമ്മോഡിറ്റി ഫ്യൂച്ചർ എന്താണ്, ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. മാർജിനിൽ ഞാൻ പറഞ്ഞു ഇനീഷ്യൽ മാർജിനെ പറ്റിയിട്ട് പലപ്പോഴും ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ്. പിന്നെ മറ്റൊരു റിപ്പീറ്റ് ചോദ്യമാണ് മാർക്കിംഗ് ടു മാർക്കറ്റ് എന്താണ്, CDS എന്താണ്, ക്യാഷ് മാർക്കറ്റ് എന്താണ്, സെക്കൻഡറി മാർക്കറ്റ് എന്താണ്, സ്ട്രാഡിൽ എന്താണ്, ഫ്യൂച്ചർ പേ ഓഫ് എന്താണ്. ഇങ്ങനെ പാർട്ട് എയില് ഒരുപാട് റിപ്പീറ്റ് ചോദ്യങ്ങളുണ്ട്. ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്ന 2 മാർക്സിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അത് ഫോക്കസ് ചെയ്താൽ തന്നെ അതിൽ നിന്ന് 5-6 ചോദ്യങ്ങൾ ലഭിക്കും. സോ
മോർ ദാൻ 10 മാർക്സ് കിട്ടാൻ അവിടെ തന്നെ ഒരു പ്രശ്നമില്ല. സോ അങ്ങനെ പാർട്ട് സിയില് ഞാൻ പറഞ്ഞു SI ചോദ്യങ്ങൾ എങ്ങനെയായാലും നമുക്ക് കിട്ടും, റിപ്പീറ്റ് ആയിട്ടുള്ളതാണ്. പാർട്ട് എയിലും ഈ പറഞ്ഞ പോലെ ഒരു 10-12 മാർക്ക് മേടിക്കാൻ ഒരു പ്രശ്നമില്ല. രണ്ടും പാർട്ടും കൂടി മിക്സ് ചെയ്യുകയാണെങ്കിൽ അവിടെ തന്നെ 20-22 മാർക്കായി. പിന്നെ ഇതിൽ പറഞ്ഞ പല ചോദ്യങ്ങളും നമുക്ക് പാർട്ട് ബിയിൽ കാണാൻ സാധിക്കും. എസ്പെഷ്യലി ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണുണ്ടായിരിക്കും. ഇപ്പോൾ ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്പില്ലേ, ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടാവും. ദെൻ ബേസിക്സിൽ നിന്ന് ഡെറിവേറ്റീവ്സ് എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ ഇക്കണോമിക് ഫങ്ഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്, ഇതൊക്കെ മിക്ക പേപ്പറിലും മാറി മാറി വരുന്നതാണ്. 5 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. ദെൻ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഫീച്ചർ എപ്പോഴും വരുന്നതാണ്. ഇപ്പോൾ ഫോർവേഡ് ആവാം, ഫ്യൂച്ചർ ആവാം, ഫ്യൂച്ചറിന്റെ ഫീച്ചേഴ്സ്, സ്വാപ്പിന്റെ ടൈപ്സ് ആണ് കൂടുതൽ കണ്ടുവരാറ്, ഓപ്ഷന്റെ ഫീച്ചേഴ്സ്, അതിലെ ടൈപ്സ്, ഇതൊക്കെ 5 മാർക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഇതിന്റെ ഒക്കെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ചിലപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പാർട്ട് എയിൽ പറഞ്ഞിട്ടുള്ള പല ചോദ്യങ്ങളും പാർട്ട് സിയിൽ പറഞ്ഞിട്ടുള്ള പല ചോദ്യങ്ങളും നമുക്ക് പാർട്ട് ബിയിലും എക്സ്പെക്ട് ചെയ്യാം. സോ അറിയുന്ന പോലെ പാർട്ട് ബി കൂടി നമ്മൾ പ്രസന്റ് ചെയ്യുക, എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യുക, ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും വിടാതിരിക്കുക. എങ്കിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കും പുഷ്പം പോലെ പാസ്സാകാൻ സാധിക്കും. എന്തുകൊണ്ട് പറ്റും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, പാർട്ട് സിയും എയും റിപ്പീറ്റ് ചോദ്യങ്ങളുടെ ഏരിയാസ് ആണ്. എന്തായാലും ടോട്ടൽ ക്വസ്റ്റ്യൻസിലെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഏരിയാസിലോട്ട് ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് പുഷ്പം പോലെ പാസ്സാകാൻ സാധിക്കുന്നതാണ്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.